ഇവിടെ നല്ല ഭക്തജന തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന അമ്മമാരോട് നമുക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ വരുന്നത്, അല്ലാതെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. എനിക്കുണ്ട്, മോടെ കല്യാണം നടന്നു, അതുകൊണ്ട് കുറേ വർഷം കൊണ്ടേ വരുന്നുണ്ട് പൊങ്കാലയിടാൻ. പത്തനംതിട്ട ജില്ലയിൽ അടൂരെന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഒരു വണ്ടിയിലെ ആൾക്കാർ എല്ലാ വർഷവും 3 ദിവസത്തിന് മുമ്പേ വരും. അന്ന് ഈ 3 ദിവസത്തിന് മുമ്പേ വന്നാലേ അമ്മയെ ഒന്ന് കയറി കാണാനുള്ള, സമാധാനമായിട്ട് കയറി കണ്ട് അമ്മയെ തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ എനിക്ക് മോക്കൊരു കുഞ്ഞേ ഉള്ളായിരുന്നു. അതിന് 10-16 വയസ്സോളമായി. അപ്പം ഒരു കുഞ്ഞും കൂടെ ഉണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് അമ്മ സാധിച്ചു തന്നു. അത് എക്കാലവും മരണം വരെ അമ്മയുടെ ആ ഒരു കടാക്ഷം മറക്കാൻ പറ്റാത്തതാണ്. കുട്ടിക്കാലം ഞങ്ങൾക്ക് എന്ത് സാധിച്ചു തരും. വർഷങ്ങൾ കൊണ്ടേ ഞങ്ങളിവിടെ 10-25 വർഷത്തിൽ കൂടുതൽ ഇവിടെ ഞങ്ങൾ പൊങ്കാലയിടും. ഞങ്ങളുടെ അമ്മ എന്ത് ഞങ്ങൾക്ക് സാധിച്ചു തരും. പിന്നെ ഇടയ്ക്കിടയ്ക്കൽ ഇന്നിവിടെ തൊഴും, വഴിപാടുകളെല്ലാം നടത്തും. അനുഭവം എന്നല്ല, പക്ഷേ ഭയങ്കര സന്തോഷവും ഭയങ്കര തൃപ്തിയൊക്കെയാണ്. സൂപ്പർ വൈബാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടി നമുക്ക് തന്നെ എന്തോ ഭയങ്കര ഇത് തോന്നും. പണ്ടേ പൊങ്കാലയ്ക്ക് വരും, തൊഴുവാനും വരും. എന്തെങ്കിലും എടുത്ത് പറയാനായിട്ട് ഓർമ്മയില്ലെന്ന അനുഭവം ഉണ്ടോ? ഒരുപാട് നന്ദികളൊക്കെ അമ്മ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് നന്മയൊക്കെ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൊങ്കാലയിടണേ. അല്ല, വിചാരിച്ച കാര്യമൊക്കെ നടക്കണുണ്ട്. ഞാൻ പറ്റുന്നതൊക്കെ എല്ലാ പ്രാവശ്യവും ഇടുന്നുണ്ട്. ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മ സഹായിച്ചു തരുന്നുണ്ട്. ഇപ്പോഴേ ഈ ഒരു പ്രാവശ്യത്തെ തിരക്ക് എങ്ങനെയുണ്ട്? സാധാരണക്കാട്ടി കൂടുതലാണ് ഇപ്രാവശ്യം തിരക്ക്. അതെ, ചൂടും കൂടുതലാണ്. പക്ഷെ അമ്മ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാം ഇടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഭവം നല്ലതാണ്. നല്ലത് വന്നു. മകൾക്ക് കല്യാണമൊക്കെ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കൂ, കഴിഞ്ഞല്ല ഇക്കല്ല കല്യാണം ഉറപ്പിക്കൂ. ഈ മകനെയും കൂടെ വരണം, അടുത്ത കൊല്ലം ഇടണമെന്ന് ആശയുണ്ട്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് എല്ലാ വർഷവും വരാറുണ്ട്. കഴിഞ്ഞ വർഷം 50 പേരാണ് വന്നത് പൊങ്കാലയിടാൻ. ഇക്കൊല്ലം വന്നിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 55 ആളോളം ഉണ്ട് പ്രാവശ്യം. എല്ലാ വർഷവും വരുന്നുണ്ട്. തുടർച്ചയായിട്ട് 6ാമത്തെ വർഷമാണ് ഉള്ളത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ വർഷവും ഓരോരുത്തർക്കും കൂടുതൽ വരാൻ സാധിക്കണു. വളരെ സന്തോഷം. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉന്തിത്തള്ളിയാലും അവിടെ എത്തുന്നുണ്ടല്ലോ. അതൊക്കെ അമ്മയുടെ ഒരു അനുഗ്രഹമല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. എല്ലാ വർഷവും ഇവിടെ വരണം, അമ്മയ്ക്ക് പൊങ്കാല വയ്ക്കണം. മനസ്സിൽ ആഗ്രഹങ്ങളാണ്. അമ്മേനെ നിറവേറ്റി തരണം. അമ്മേ നാരായണ. ഞാൻ മലപ്പുറം കോട്ടക്കിലെത്തുന്നതാണ്. എത്ര വർഷം കൊണ്ട് വരുന്നു? ഞാനൊരു ചുരുക്കം 20 വർഷമായിട്ടുണ്ടാവും. അനുഭവം എനിക്ക് എല്ലാം നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ആറ്റുകാലമ്മേനെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് എല്ലാ നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മക്കൾക്ക് 2 പഠിക്കാൻ പറ്റി, 2 ജോലിയായി. ഇപ്പോൾ 2 കല്യാണം കഴിഞ്ഞ് എല്ലാം ഇപ്പോൾ ചെറിയ മക്കളായിപ്പോ, ഒരു പേരമക്കളായിപ്പോ, എല്ലാം കൊടുക്കുന്നല്ല സുഖം. പറയൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എനിക്ക് നല്ല അനുഭവം തന്നെയാണ് കാണുന്നത്. സന്തോഷമായി. അന്ന് കൂടാൻ സാധിച്ചൊരു സന്തോഷം. ചേച്ചി എത്ര വർഷം കൊണ്ട് വരുന്നു? 3-ാമത്തെ വർഷമാണ്. എന്നും വരാൻ സാധിക്കട്ടെ. ഷൊർണൂർ, ചെറുതുരുത്തി, കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും എടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും ഓർമ്മയില്ലെന്ന അനുഭവം ഉണ്ടോ? അനുഭവം പറഞ്ഞാൽ നല്ല ശക്തിയുണ്ട് ആറ്റുകാലമ്മയ്ക്ക്. എപ്പോഴും വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം. ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ തൊഴുന്നതാണ്. ഇന്ന് രാവിലെ തൊഴാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകിട്ട് എല്ലാ വർഷവും വരുന്നത്. വൈകിട്ട് തിരക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ് എല്ലാ തവണത്തേക്കാൾ ഇത്തവണ. കാരണം സാധാരണ ഈ സമയത്തൊന്നും അധികം തിരക്കുണ്ടാകുന്നതല്ല, ഇത്രയും തിരക്ക് വരുന്നതല്ല. ഇത്തവണ ഇത്തിരി കൂടുതൽ തന്നെയാണ്. രാവിലെ കുഴപ്പമില്ല, രാവിലെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ള തിരക്ക്. ഞാൻ ചേർത്തലേന്ന് വരുവാ. 20 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് ചോറ്റാനിക്കര പോയി. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പം അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ കാണുന്നത് എനിക്ക് ഇവിടെ വരണം. ഞാൻ ഇന്നലെ വെളുപ്പിനെ വരാൻ ഒരുങ്ങിയപ്പം എനിക്ക് പറ്റിയില്ല. അപ്പം എനിക്ക് മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ എനിക്ക് വീണ്ടും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു 1 മണി രാത്രിയൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മ എങ്ങനെയാണേലും ശരി ഞാൻ നാളെ എത്തിക്കോളാം, എനിക്ക് അമ്മയുടെ ദർശനം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇന്ന് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു 9:45 ചേർത്തലയിൽ നിന്ന് ബസ് കയറിയതാണ്. ഞാനിപ്പോൾ ഇപ്പോഴായി എത്തിയത്. പക്ഷെ എനിക്കെന്തോ അമ്മ എന്നെ ഇവിടെ വരുത്തണം എന്നുള്ളൊരു ആഗ്രഹം, എനിക്ക് അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എങ്ങനെ കയറണം, ഈ ക്യൂ ഇത്രയും ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ കയറണം, അമ്മയുടെ ദർശനം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ തന്നെയാണ്.
4-5 വർഷമായി. എന്തെങ്കിലും എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇതൊക്കെ ഈ ക്യൂ നിൽക്കലൊക്കെ കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആക്കാവുന്നതാണ്. അമ്മ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തു? അത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ടല്ലേ. പിന്നെ അതിലും വലുതല്ലല്ലോ. രണ്ടാമത്തെ വർഷമാണ് വരുന്നത്. അനുഭവം സൂപ്പറാ. സങ്കടങ്ങൾ അറിയുന്ന അമ്മയാണെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. സങ്കടങ്ങൾ അറിയാന്ന്. ഞാൻ 5ാമത്തെ പ്രാവശ്യം വരുന്നത്. അന്ന് ഇത്ര അധികം ക്രൗഡില്ലായിരുന്നു. ഭക്തിയും ചൂടും എല്ലാം കൂടി കൂടിയിട്ട് ഒരു പരിപാടി.